Hi students, welcome to our online class. Anyway, for the last lectures, we have derived Schrodinger's time-dependent form and we discussed some peculiarities of our wave function. That means the linearity and superposition, and we now know how to extract information from the wave function by calculating the expectation value. Right. Now my question is this: that is the only way to find the expectation value? Let us discuss it in detail. Okay, so you listen here. At this point, I am introducing you operators. Okay, what is operator and how it acts? Okay, quantum mechanics il namakku അങ്ങോട്ട് ഈ ഒരു വാക്ക് അല്ലെ ഓപ്പറേറ്ററുകളാണ് നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത്. Okay, എന്താണ് ഓപ്പറേറ്റർ എന്നും എന്താണ് അതിന്റെ ബ്യൂട്ടി എന്നും നമുക്ക് ഇനിയുള്ള ഡിസ്കഷനിൽ മനസ്സിലാവും. Okay, so to see what is an operator, we will start from our wave function psi. I have taken psi as a e raised to minus I by h cut et minus px. I hope you remember this equation, right? Okay. Now you find out or you calculate the differential of psi with respect to x and t. You will get two equations. So first of all, I am going to differentiate it with t. Then I get dou psi by dot t, that is equal to constant a will be there. ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇൻറ്റു അതിനുള്ളിലത്തെ ആളുകളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം എന്തായാലും എ ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ് ഇൻറ്റു ആരും ഇതിനുള്ളിലത്തെ എക്സ്പോണൻഷ്യലിന്റെ ആ ഒരു എക്സിന്റെ ഭാഗത്തുള്ള ഇതിന്റെ എന്ത് വരും? ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇൻറ്റു എന്ത് വരും? ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് ഐ ബൈ എച്ച് കട്ട്. ഇനി ടിയിലാണ്, അപ്പൊ ഈ പാർട്ടിന്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോ ഈ പാർട്ട് മാത്രം വരുമ്പോൾ എന്ത് വരും? ഇ ഇൻറ്റു ടിന്റെ ഡെറിവേറ്റീവ് ഇ. ഓക്കെ, ടൈമിൽ എടുക്കുന്നത് ഫൈൻ. സോ ദിസ് ഒന്ന് റീഅറേഞ്ച് ചെയ്താലേ this is equal to minus I by h cut e into ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ psi ആണ് അല്ലേ? So e psi, that is dou psi by dou t. Clear അല്ലേ? Right. Yes. Now what is dou psi by dou x? Let us find it out. Dou psi by dou x equal to definitely dou by dou x of ഇതാണ് psi. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻറ്റു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ് ഇൻറ്റു മൈനസ് ഐ ബൈ എച്ച് കട്ട്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. എക്സിലല്ലേ ചെയ്യുന്നത്? എക്സ് ചെയ്താൽ ഇവിടെ മൈനസ് പി വരും. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഈ മൈനസ് പ്ലസ് ഐ. So I by h cut p ഇത്രയും ഭാഗം psi ആണ്, p psi. Okay, so from these two equations that I have put in a square bracket into a box, you can find out what is e psi and what is p psi. You find it out. From this equation you get e psi equal to എന്താ പറയാ? Yes, ഈ മൈനസ് ഐ ബൈ എച്ച് കട്ടിന് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. അപ്പൊ എന്ത് വരും? എച്ച് കട്ട് ബൈ ഐ. മൈനസ് ഉണ്ടല്ലോ, മൈനസ് ഇല്ലേ? അപ്പോ ഞാൻ പറയട്ടെ, ഇവിടെ മൈനസ് ഉണ്ടാകും. ഈ മൈനസ് നേരിട്ടും താഴെ കണക്കാണ്. താഴെ മേലെ മൈനസ് ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മേലെ ഐ എച്ച് കട്ടാവും, താഴെ ഐ ഇൻറ്റു ഐ മൈനസ് 1 ആവും. ആ മൈനസും ഈ മൈനസും ക്യാൻസൽ ആവും, ശരിയല്ലേ? സോ ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഐ എച്ച് കട്ട് എഴുതാം അല്ലേ? സോ ഐ എച്ച് കട്ട്, റൈറ്റ്. അപ്പൊ എന്താ സംഭവിച്ചെന്താ? ഈ ടേമിനെ നേരെ ഇപ്പുറത്തേക്ക് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു?
അപ്പം ബൈ ഐ ആണ് ഉണ്ടാവുക. അതിനെ മേലേക്ക് എടുക്കുമ്പോൾ മൈനസ് ക്യാൻസൽ ആവും. റൈറ്റ്, ബാക്കി ആരുണ്ട്? ഡോ സൈ ബൈ ഡോട്ട് ടി. ഡോ സൈ ബൈ ഡോട്ട് ടി. So you get an expression for E psi. Okay, from this equation you get P psi. What is P psi? P psi is equal to E h cut I by h cut h cut by I. H cut by I into dou psi by dou x. Dou psi by dou x. So you get an expression for P psi and E psi. Okay, no? Okay, anyway, we will look at this equation and we get understand something from this equation. The important thing is that you look at this equation. E psi equal to I h cut dou by dou t of psi. Play no arnanda. E psi and psi on durek maati vecheyinalli ഈ കൊണ്ട് സൈയെ മൾട്ടിപ്ലൈ എന്ന് പറയുന്നതിന് ഇക്വാലന്റ് ആണ് ഈ ഒരു ഡിഫറൻഷ്യൽ ഐ എച്ച് കട്ടോട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഡോ ബൈ ഡോ ടിയുടെ ഈ ഒരു ഡിഫറൻഷ്യൽ സൈയുടെ മേലെ ആക്ട് ചെയ്യുന്നില്ലേ. അപ്പൊ ഈ ഒരു ഓപ്പറേറ്റർ, ഏത് ഓപ്പറേറ്റർ? ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈയുടെ മേലെ ആക്ട് ചെയ്യുന്നതിന് ഈക്വൽ ആണ് ഈ സൈ എന്ന് പറയുന്നത്. റൈറ്റ്, സോ ആക്ഷൻ ഓഫ് ഇ ഓൺ സൈ അല്ലെങ്കിൽ E multiplied to psi എന്ന് പറയുമ്പോൾ അതെന്തിന് ഈക്വൽ ആണ്? ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ എന്ന് വിളിക്കാൻ എന്താ കാരണം? ഇവിടെ ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി എന്ന് ഒറ്റക്ക് എടുത്തതിന് എന്ത് മീനിങ് ഉണ്ടോ? ഇറ്റ് ഇസ് മീനിങ്ലെസ്. ഇത് പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഇതൊരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. അവിടെ ഒരു സൈ ഒരു ഫംഗ്ഷൻ കൊടുക്കുമ്പോഴേ മീനിങ് വരുന്നു, ശരിയല്ലേ? സോ ദിസ് ഈസ് എൻ ഓപ്പറേറ്റർ ഇൻ എൻ ഓപ്പറേറ്റർ ഫോം. സോ ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി എന്നുള്ള ആള് സൈയിലേക്ക് ആക്ട് ചെയ്തതിന് ഈക്വൽ ആണ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആണ് ഈ സൈ. അതുപോലല്ലേ പി സൈ ഉള്ളത്? പി കൊണ്ട് സൈയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതെന്തിന് കറസ്പോണ്ടിങ് ആ? എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആരെ മേലെ ആക്ട് ചെയ്യുന്നു? സൈയുടെ മേലെ ആക്ട് ചെയ്യുന്നു, ശരിയല്ലേ? സോ പി കൊണ്ട് സൈയെ മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് കൊണ്ട് എവിടെ ആക്ട് ചെയ്യുന്നു? സൈയുടെ മേലെ. ഈ സൈ എന്ന് പറയുമ്പോൾ ഐ എച്ച് കട്ട് ബൈ ഡോ ബൈ ഡോ ടി സൈയുടെ മേലെ ആക്ട് ചെയ്തതുപോലെ. ഓക്കെ, സോ ഹിയർ വി ക്യാൻ ഹാവ്, we will see a correspondence, okay, for E and P in its operator form. Okay, appo E യും P യും എനിക്ക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം as like this. ഈ ഓപ്പറേറ്ററെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മേലെ നമ്മൾ ഒരു ക്യാപ്പ് ഉണ്ടാവും, ഈ ക്യാപ്പ് അല്ലേ? ഈ ആക്ടിങ് ഓൺ സൈ എന്ന് പറഞ്ഞാൽ അത് എന്ത് ആക്ട് ചെയ്യുന്നതാണ്? ഈ ഒരു ഡിഫറൻഷ്യൽ. ഏതാ ഡിഫറൻഷ്യൽ? ഐ എച്ച് കട്ട് dou by dou t. Clear alle? Right, so operator for total energy of the system E is given by IH cut dou by dou t. Okay, clear alle? Similarly, operator for momentum, this is for total energy. Okay, now operator for momentum we will represent with the p cap. Like p കൊണ്ട് psi മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ. ഏതാണ്? h cut by I dou by dou x. Okay, this is corresponds to your momentum. Okay, momentum. Right, so one more thing, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ I നെ മേലേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ എന്താ വരുക? ജസ്റ്റ് മൈനസ് ഐ ആവും. അങ്ങനെ ആലോചിച്ചാലും മതി. ഈ ഐ ഡിനോമിനേറ്ററിൽ ഐ ന്യൂമിനേറ്ററിൽ പോകുമ്പോൾ മൈനസ് ഐ ആവും. അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ താഴെ മേലെ ഐ കൊണ്ട് മേലെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ അത് അപ്പോൾ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ മനസ്സിലാവുമല്ലോ. സോ ഐ എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഐ മൈനസ് വേണം, മൈനസ് ഐ എച്ച് കട്ട് നോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മൈനസ് ഐ എച്ച് കട്ടിൽ ഡോ ബൈ ഡോ എക്സ് ചെയ്താൽ നോ പ്രോബ്ലം. ഇനി ഞാൻ തൽക്കാലം മൈനസ് ഒക്കെ എവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഇടുവാണ്. റൈറ്റ്, സോ വി ഗെറ്റ് ഓപ്പറേറ്റർ ഫോർ ടോട്ടൽ എനർജി ആൻഡ് ഓപ്പറേറ്റർ ഫോർ ഫൈൻഡിങ് മൊമെന്റം. ഓക്കെ, അപ്പൊ മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ, എനർജിയുടെ ഓപ്പറേറ്റർ. നമുക്ക് എനർജിയും കിട്ടിയില്ല, മൊമെന്റം കിട്ടിയിട്ടില്ല. ബട്ട് ഈ ആക്ടിങ് ഓൺ സൈ എന്ന് പറഞ്ഞാൽ ദിസ് എനർജി ഓപ്പറേറ്റർ ഈ ക്യാപ് ആക്ടിങ് ഓൺ സൈ ആണ്. അതുപോലെ പി ഇൻറ്റു സൈ എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ ആയിട്ടുള്ള പി ക്യാപ് ആക്ടിങ് ഓൺ സൈ ആണ്. ക്ലിയർ അല്ലേ? റൈറ്റ്, സോ ബൈ from these two equations we can have two operators corresponding to your energy and momentum. Okay, appo
നമുക്ക് ഇത്ര നാളും ക്ലാസിക്കൽ മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട മാറ്റമാണത്. റൈറ്റ്, നിങ്ങൾ ഡൈനാമിക്കൽ വേരിയബിൾസ് ലൈക്ക് മൊമെന്റം, പൊസിഷൻ അല്ലെങ്കിൽ എനർജി ഇങ്ങനെയുള്ള വേരിയബിൾസ് ആണുള്ളത്. നിങ്ങൾക്ക് അവിടെ അത് ഓപ്പറേറ്റർ ആണോ? മൊമെന്റം ഈക്വൽ ടു നിങ്ങൾ ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു വാല്യൂ എടുക്കുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് an operator there in classical mechanics. But what happens here is instead of E and P you have operators. അല്ലേ, ആ ഒരു ഡൈനാമിക്കൽ വേരിയബിളിന് ഏത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾക്ക് ആരാണുള്ളത്? ഓപ്പറേറ്റേഴ്സ് ആണ്. ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസിക്കൽ ഓക്കെ അവിടെ നിങ്ങൾക്ക് ഉള്ള ഡൈനാമിക്കൽ വേരിയബിൾസ് ഓക്കെ അത് നിങ്ങളുടെ ക്യൂ ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ്? ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ corresponding to a dynamical variable in classical mechanics there exists an operator in quantum mechanics. Okay, നിങ്ങൾക്ക് ക്ലാസിക്കലിലെ ഈ പി പോലെയുള്ള വേരിയബിളിന് പകരമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ എന്താ ഉള്ളത്? ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇത് നമുക്കിപ്പോ ഇന്റെ പിന്റെ ആണ് ഓപ്പറേറ്റർ ഇട്ടിരിക്കുന്നത്. യു ക്യാൻ ഹാവ് അതർ ഓപ്പറേറ്റർ ഓൾസോ. ഓക്കെ, യു മേ സീ ഇൻ യുവർ ഹയർ ക്ലാസ്സസ്. എനിവേ അങ്ങോട്ടൊന്നും വേണ്ട, തൽക്കാലം ഇത്രയും. റൈറ്റ്, യു ക്യാൻ ഹാവ് ഓഫ് കോഴ്സ് ഇതൊരു ഞാൻ പറയട്ടെ എന്താ കൈനറ്റിക് എനർജിന്റെ ഓപ്പറേറ്റർ ആവാം, പൊസിഷന്റെ ഓപ്പറേറ്റർ, അങ്ങനെ ഡിഫറെന്റ് ഓപ്പറേറ്റർ ആവാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾക്ക് ഡൈനാമിക്കൽ വേരിയബിളിന് പകരമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ അതെന്താണ്? ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഇ സൈ പി സൈ എന്നൊക്കെ പറയുന്നത് that operator corresponding to E cap acting on psi or P cap acting on psi. Okay, is it clear? Right. Okay, right. Now actually these two separate equations. Okay, here you can from these two separate equations you can reach and solve this equation. Right, that I will show you here. അപ്പോൾ ഷോൾഡർ ഇക്വേഷൻ തന്നെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. റൈറ്റ്, ഇതിനൊരു സെപ്പറേറ്റ് ടെക്സ്റ്റ് ഒന്നുമില്ല. ദിസ് ഈസ് ഫ്രം ഷോൾഡർ ഇക്വേഷൻ ഓർ ദിസ് ഈസ് ദി ഷോൾഡർ ഇക്വേഷൻ ദാറ്റ് ഐ ഷോ യു. ലിസൺ ഹിയർ. I will write down here the two operators that we found. E equal to IH cut dou by dou T, energy T. Okay, momentum H cut by I dou by dou x, momentum x. Okay, right, these are the two operations that we have just found out. Now listen, you know total energy equal to kinetic energy plus your potential energy. I told you that in classical mechanics you have these dynamical variables, but instead of these variables you have operators in quantum mechanics. So in quantum mechanics this is the expression in classical mechanics. You need to rewrite in quantum mechanical version. How? Just by putting an operator. Okay, instead of E you have IH cut dou by dou T. Okay, instead of KE അത് കണ്ടുപിടിക്കാം. P ഉണ്ടല്ലോ, P ഉണ്ടെങ്കിൽ K എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. Okay, right, and U cap. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാന്നാല് ഇപ്പൊ ഈടതും യുടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, കെയുടെ നമുക്ക് അറിയില്ല. ഓക്കെ, നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. യു നോ ഫ്രം ക്ലാസിക്കൽ മെക്കാനിക്സ്, അതേ ക്ലാസിക്കൽ മെക്കാനിക്സിലെ എക്സ്പ്രഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി കാണാൻ മൊമെന്റ് ഉപയോഗിച്ചുള്ള ഇക്വേഷൻ p²/2m ആണ്. ഇതറിയാത്ത ആരുമില്ലല്ലോ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വാണ്ടം മെക്കാനിക്കൽ വേർഷൻ ഓഫ് ദിസ് ഇക്വേഷൻ എങ്ങനെയാ? കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ഈക്വൽ ടു മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ സ്ക്വയർ by 2. Okay, so this is your classical mechanical equation and its quantum mechanical version would be like this. Okay, and the period and you have P right here, just square it. What you obtained is 1/2 അങ്ങനെ അവിടെ വെച്ചു. P square എന്ന് പറയുമ്പോൾ h cut square I square into dou square by dou x square ആണ് അല്ലേ? സോ കൈനറ്റിക് എനർജിയുടെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ സ്ക്വയർ എന്താ?
minus 1. So h cut square minus മേലെ കിട്ടും h cut square by 2m. Correct അല്ലേ? h cut square ഉണ്ട് 2m ഉണ്ട്. h cut square 2m. I square minus 1 ആണ്. അത് മുമ്പിൽ ഇട്ടു. റെഡി അല്ലേ? അത് ന്യൂമറേറ്റർ ഇട്ടാൽ ഡിനോമിനേറ്റർ ഇട്ടാൽ സെയിം ആണ്. ഇൻറ്റു ബാക്കി ആരുണ്ട്? ഒരു ഡിഫറൻഷ്യൽ dou square by dou x square. So this is the operator form of kinetic energy. Okay, so I can take this equation and write it here. ഞാൻ ഇത് മാച്ച് വയ്ക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കെ ഇ ഇൻ ഓപ്പറേറ്റർ ഫോം ഈസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. റൈറ്റ്. ഓക്കെ, now substitute all operators right here. E is okay, IH cut dou by dou t equal to KE is this minus H cut square by 2m dou square by dou x square plus potential operator angatane. Okay, multiply this equation throughout with your wave function psi. What you obtain? IH cut dou psi by dou t equal to minus h cut square by 2m dou square psi by dou x square plus u psi. Okay, u യുടെ ഓപ്പറേറ്ററിനെ u നെ ഇട്ടാൽ മതി, കുഴപ്പമില്ല. റൈറ്റ്. സോ എനിവേ ഇവിടെ ഓപ്പറേറ്റർ ആണ്, അത് u തന്നെയാണ്. ഓക്കെ, അതിന്റെ ഫോം എന്താണോ അതനുസരിച്ചിട്ട് ഇവിടെ വരുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അത് പ്രോബ്ലം ഡിപ്പെൻഡ് ആണ്. എനിവേ നമുക്കിപ്പോൾ തൽക്കാലം ഇതൊരു പൊട്ടൻഷ്യൽ പാർട്ടാണ് u. റൈറ്റ്. സോ u psi നോക്ക്, ഇക്വേഷൻ ഷോർട്ട് ഇക്വേഷന്റെ ടൈം ഡിപ്പെൻഡന്റ് ഫോം ആണ് അല്ലേ? ഇൻ എക്സ് മാത്രമേ ഉള്ളൂ, 1 ഡയമെൻഷൻ. ഇത് 3 ഡയമെൻഷൻ ആകുമ്പോൾ ഡെൽ സ്ക്വയർ സൈ വരും, അത്രയേ ഉള്ളൂ. റൈറ്റ്. സോ ഹൗ ഐ റീച്ച് ദിസ് ഇക്വേഷൻ ഫ്രം യുവർ expression E equal to KE plus kinetic energy plus potential energy. Right. I just substitute the operators and just rearrange it to get this equation, solve this equation. Okay. So now we need to find, or we need to make a relation between expectation value and operator. Okay. Other ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഷ്രോഡിംഗറിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ഫോം, ടൈം ഡിപെൻഡന്റ് ഫോം എടുക്കും. Sorry, independent form will come. Okay, so anyway, I'm going to make a relation between operator and expectation value. Okay students, നമുക്ക് ഓപ്പറേറ്ററും എക്സ്പെക്ടേഷൻ വരുന്ന ഒരു ബന്ധം നോക്കാം. ശ്രദ്ധിക്കണേ. expectation of g of x. Like we know how to find out this expression, the expectation of g of x. Integration, limit starts from minus infinity to plus infinity, g of x psi star psi dx. Okay, this is how you have written in the last lecture, finding out expectation. For momentum, this can be rewrite like this: minus infinity to plus infinity p psi star psi dx. But you pause here. Momentum is now an operator for us. Like momentum corresponding ആയിട്ട് നമുക്ക് momentum operator ഉണ്ട്. That is p cap given by h cut by I dou by dou x. അങ്ങനെ ഓപ്പറേറ്റർ ഫോമിൽ momentum നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p ഈ ഫ്രണ്ടിൽ ഇടുന്നത് തെറ്റായ റിസൾട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ഞാൻ ഈ കാണിക്കുന്ന പോലെ p equal to integral minus infinity to plus infinity psi star p cap psi dx. So this is how we define expectation value with your operator. Okay, അപ്പോൾ p ഇനി മുമ്പിൽ ഇടാൻ പാടില്ല, എവിടെ ഇടണം? psi star p psi. നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ x ആണെങ്കിൽ minus infinity to infinity integration psi star x cap psi dx. But generally ഇവിടെ വരുന്ന ഓപ്പറേറ്റേഴ്സിൽ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ പാർട്ട് ഉണ്ടെങ്കിൽ ഈ ഓർഡർ പ്രശ്നമാകും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് x എന്ന് പറയുന്ന ഒരു വേരിയബിൾ
എക്സ് എന്ന് പറയുന്ന ആളാണ് വിചാരിക്കും. അവിടെ എക്സ് ക്യാപ്പ് ആണെങ്കിൽ എക്സ് ക്യാപ്പ് ഈക്വൽ ടു എക്സ് ആണ് വിചാരിക്കും. ഇഫ് സപ്പോസ് എക്സ് പൊസിഷന്റെ ഓപ്പറേറ്റർ എക്സ് ക്യാപ്പ് ആണ് ആൻഡ് ഇറ്റ് ഈസ് എക്സ് ഇറ്റ്സെൽഫ്. അങ്ങനെ ആവുമ്പോൾ ഇവിടെ നിങ്ങൾ എക്സിനെ മുമ്പിലിട്ടാലും നടുവിലിട്ടാലും സെയിം റിസൾട്ടാണ്. കാരണം ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഒന്നുമില്ല. ജസ്റ്റ് എക്സ് ഇൻറ്റു സൈ എന്ന് പറയുന്നു, എക്സ് മുമ്പിൽ ഇട്ടിട്ട് സൈ സ്റ്റാർ സൈ ചെയ്യുന്നു, സെയിം റിസൾട്ട് ആയിരിക്കും. പക്ഷേ മൊമെന്റോ ഒക്കെ എടുക്കുമ്പോൾ പി എവിടെ തന്നെ ഉണ്ടാവും. കാരണം മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ ഡോ ബൈ ഡോ എക്സ് ഉണ്ട്. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആയിക്കോളെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ മൊമെന്റിന്റെ എച്ച് കട്ട് ബൈ ഐ ഞാൻ പുറത്തെടുക്കാം. ഓക്കെ, സൈ സ്റ്റാർ പി ക്യാപ്പിന് ഈ ഫോം കൊടുക്കണേ. എച്ച് കട്ട് ബൈ ഐ പുറത്തെടുത്തു, ബാക്കി ആയിരുന്നു ഡോ ബൈ ഡോ എക്സ് അല്ലേ. പി സൈ ആണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ. ഓക്കെ, അപ്പൊ നോക്കൂ നിങ്ങൾ പി കൊടുക്കുമ്പോൾ ഡോ സൈ സ്റ്റാർ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് ആണ് ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പി അതിന്റെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു റോങ് റിസൾട്ടാണ് തരിക. ഓക്കെ, അത് സീറോയിലേക്ക് മാറും. ഫൈൻ. അപ്പോൾ പി നിങ്ങൾ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പി ഇൻറ്റു സൈ സ്റ്റാർ സൈ എന്ന് വരിക. ഞാൻ സീറോയിലേക്ക് മാറുന്ന ഞാൻ കാണിച്ചു തരാം. എനിവേ, സോ ഈ ഓപ്പറേറ്ററിൽ ഇപ്പൊ ഇ ആണെന്ന് വിചാരിക്കും. ഇ ആണെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഉണ്ട്. സോ യു മസ്റ്റ് പുട്ട് ഇ ഹിയർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി മുതൽ നിങ്ങളെ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ പി കാണുന്ന ഇക്വേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ പി സൈ ഡി എക്സ് ആണ്. ഓർഡർ ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ബട്ട് ദർ ആർ കേസസ് വേർ ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. അതെപ്പോഴാ? ഇപ്പൊ പിയുടെ സ്ഥാനത്ത് എക്സ് ആണ് വരുന്നതെങ്കിൽ ഡിഫറൻഷ്യൽ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എക്സ് ഇൻറ്റു സൈ എന്ന് പറയുന്നതും എക്സ് മുമ്പിലിട്ട് സൈ സ്റ്റാർ സൈ എന്ന് പറയുന്നതൊക്കെ സെയിം ആണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ബട്ട് പി എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഡോ ബൈ ഡോ എക്സ് ഓഫ് സംതിങ് എന്ന് വരും. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ കാണണം ആദ്യം. ഓക്കെ, എന്നിട്ട് സൈ സ്റ്റാറിട്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇന്റഗ്രേഷൻ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഓർഡർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്, എക്സ്പെക്ടേഷൻ ഓഫ് ഇ എന്നേക്കോളെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഇവിടെ ഇ ക്യാപ് അല്ലേ. ഇ ക്യാപ് സൈ വരും. ഞാൻ ഇ ക്യാപ്പിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തൊരു ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി. ഐ എച്ച് കട്ട് പുറത്തെടുത്തു. ഇനി ഡോ ബൈ ഡോ ടി ഓഫ് ആര് സൈ ഇൻറ്റു ഡി എക്സ്. ക്ലിയർ അല്ലേ? റൈറ്റ്. സോ ദിസ് ഇസ് ഹൗ വി ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ. ശ്രദ്ധിക്കണം, ഇവിടെയും നിങ്ങൾക്ക് ഇ യെ മുമ്പിലിടാൻ പറ്റുമോ? ഇല്ല, കാരണം ഡോ ബൈ ഡോ ടി ഓഫ് സൈ കാണണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ഓർഡർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയത് ക്ലിയർ ആണ്. ഇനി എന്തായിരിക്കും പി യെ മുമ്പിലിട്ടാനുള്ള അവസ്ഥ നമുക്ക് നോക്കാം. ഞാൻ പി എന്ന് പറയുന്നതാണ് പണ്ട് എഴുതിയ പോലെ. നമ്മുടെ പണ്ടത്തെ എക്സ്പ്രഷൻ എന്താ? എക്സ്പ്രഷൻ പി കാണുമ്പോൾ പി ഇൻറ്റു സൈ സ്റ്റാർ സൈ ഡി എക്സ്. അങ്ങനെ എഴുതിയാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചോളെ. എച്ച് കട്ട് ബൈ ഐ പുറത്തുണ്ട്. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഞാൻ പി എ ഫ്രണ്ടിലാണ്, അപ്പൊ എച്ച് കട്ട് ബൈ പുറത്തെടുത്തു. ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈ സ്റ്റാർ സൈ ഡി എക്സ്. ഇങ്ങനെയല്ലേ വരിക? പി സൈ സ്റ്റാർ സൈ ഡി എക്സ് ആണ്. പി എ ഫ്രണ്ടിൽ ഇട്ടതിന് ഇങ്ങനെ വരിക. കോൺസ്റ്റന്റ് പുറത്തെടുത്തു അല്ലേ. ഇവിടെ നോക്കുന്നത് ഇന്റഗ്രൽ ഡിഫറൻസിയേഷൻ. അപ്പൊ എന്താ വരിക? എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു ഇവിടെ ഡിഫറൻഷ്യലിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വരും അല്ലേ. സൈ സ്റ്റാർ സൈ വരും. ലിമിറ്റ് minus infinity plus infinity, but we know at minus infinity and plus infinity wave function 0 ആണ്. So this goes 0. Okay, so remember ഈ p അല്ലെ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ഒക്കെ വരുന്ന ഓപ്പറേറ്റേഴ്സിനെ സൈ സ്റ്റാർ പി സൈ ഡി എക്സ് ഈ ഒരു രൂപത്തിൽ തന്നെ എഴുതണം. പി യെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ആ ഇന്റഗ്രേഷൻ എന്തായി? 0 ആയി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പി ഇടുന്നത് ഇതിന് ശേഷമാണെങ്കിലോ സൈ സ്റ്റാർ സൈ പി ആണെങ്കിലോ അപ്പൊ എന്താ വരുക നോക്കോ. നമുക്ക് അങ്ങനെ എഴുതി നോക്കാം. അപ്പൊ ഇത് 0 എന്ന് മനസ്സിലായല്ലോ. ഞാൻ റീഅറേഞ്ച് ചെയ്തു. മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ കണ്ടിട്ട് പി എഴുതുന്നു. പി എന്ന് പറഞ്ഞാൽ എച്ച് കട്ട് ബൈ ഐ, അത് പുറത്തെടുത്തു. ബാക്കി ആരാ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡി എക്സ്. ഇവിടെ ഡോ ബൈ ഡോ എക്സ് ആരെ മേലെ ആക്ട് ചെയ്യണ്ടേ? എന്ത് മീനിങ് ഉണ്ടോ? ദിസ് ഈസ് കംപ്ലീറ്റ്ലി മീനിങ്ലെസ്. ഓക്കെ, ദിസ് ഈസ് മീനിങ്ലെസ് ഓഫ് കോഴ്സ്. അപ്പൊ അതിൽ സംശയമൊന്നുമില്ല. അപ്പോ പി എന്ന് പറയുന്ന ആളെ എവിടെ ഇടുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതിനെ ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ ഇറ്റ് ഇസ് മീനിങ്ലെസ്.
ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 0 ആയി പോകുന്നുണ്ട്. സോ യു മസ്റ്റ് പുട്ട് ദിസ് p in between psi star and psi. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? p എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈഡ് മേലെ ആദ്യം ആക്ട് ചെയ്യണം, എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് അങ്ങനെ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വളരെ വലിയ തെറ്റിലേക്ക് എത്തിപ്പെടും. ഓക്കെ, ബട്ട് there are situations where x cap x ആണെങ്കിൽ നിങ്ങൾ ഇതിനെ x ഇവിടെ ഇട്ടാലും മുമ്പിൽ ഇട്ടാലും ഇവിടെ ഇട്ടാലും കണക്കാണ്. ഓക്കെ, പക്ഷെ സാധാരണ പിയും ഇ ഒക്കെ കാണുമ്പോൾ അതിന് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് വരുന്നതിനെ കൊണ്ട് ഈ ഓർഡർ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ജനറലി ഐ ക്യാൻ റൈറ്റ് expectation of g of x equal to integral minus infinity to infinity psi star g of x and operator acting on psi dx. Okay, right, so clear ആണ്. ഇവിടെ ഇത്ര വലുതാക്കിയതാണ് ജസ്റ്റ് ഓപ്പറേറ്റർ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫോം. അപ്പോൾ നിങ്ങൾക്ക് p ആണെങ്കിൽ psi star p cap psi dx, e ആണെങ്കിൽ psi star e cap psi dx. ഓക്കെ, അങ്ങനെ വരും, കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? റൈറ്റ്. സോ എക്സ്പെക്ടേഷൻ കാണുമ്പോൾ ഈ ഓർഡറിന്റെ കാര്യം ഓർമ്മിച്ച് വെച്ചോളൂ. And remember the form of these operators. Okay, p യും e യും മസ്റ്റ് ആയിട്ട് ഓർമ്മിച്ച് വെച്ചോളൂ. ഓക്കെ, അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. ഞാനിത് ഉണ്ടാക്കിയെടുത്തോ അല്ലേ, ഞാൻ അപ്പാട് ഇവിടെ എഴുതി വെച്ചൊന്നല്ല. ഞാനിത് നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ psi equal to a e raised to minus i by h cut et minus px എന്ന് പറയുന്ന ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കിട്ടിയതാണ്. ഒരു പ്രാവശ്യം ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇയുടെ ഓപ്പറേറ്റർ കിട്ടും, ഒരു പ്രാവശ്യം എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടിയുടെ ഓപ്പറേറ്റർ നമുക്ക് കണ്ടെത്താം. ഓക്കെ, സോ ഇത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അറിയണം, അല്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കണം. So do it, and we will see in next class with the Schrodinger's steady state form equation or Schrodinger's time independent equation. Now, thank you.